നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ടോ? ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഇതിനകം നേടിയതുപോലെ, ആ വലിയ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലായതുപോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത് വെറും സ്വപ്നമല്ല, ഇതൊരു മാനസിക ചിത്രീകരണമാണ്. വെറുതെ ചിന്തിക്കുകയല്ല, അതിപ്പോൾ തന്നെ നടക്കുന്നുണ്ടെന്ന് ആഴത്തിൽ അനുഭവിക്കുകയാണ് വേണ്ടത്. നമ്മുടെ തലച്ചോറിന് യഥാർത്ഥ അനുഭവങ്ങളും തീക്ഷ്ണമായ സങ്കല്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരേ കാര്യം വീണ്ടും വീണ്ടും വ്യക്തമായി സങ്കല്പിച്ചാൽ അത് സാധ്യമാണെന്ന് തലച്ചോറ് വിശ്വസിക്കാൻ തുടങ്ങും. പലരും ഇതിനെ കേവലം ഭാവന എന്ന് കരുതി തള്ളിക്കളയുന്നു. എന്നാൽ ഇതിൽ വലിയൊരു ശാസ്ത്രീയ വശമുണ്ട്. നിങ്ങളൊരു കാര്യം തുടർച്ചയായി മനസ്സിൽ കാണുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമായി മാറുന്നു. ആ വിശ്വാസം വളരുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ പുതിയ സാധ്യതകളിലേക്ക് തുറന്നുവിടുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സ് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും. നിങ്ങൾ കാണുന്ന ലോകം തന്നെ മാറിമറിയും. വിഷ്വലൈസേഷൻ എന്നത് കേവലം കണ്ണുകൾ അടച്ചിരുന്ന് സ്വപ്നം കാണലല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. ഓരോ തവണ നിങ്ങളിത് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്പം പോലും സംശയങ്ങൾക്കവിടെ സ്ഥാനമില്ലെന്ന് ഉറപ്പുവരുത്തുക. പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ചിത്രത്തെ മനസ്സിൽ വരച്ചിടുക. ഓരോ ചെറിയ കാര്യങ്ങളും അത്രത്തോളം വ്യക്തമായിരിക്കണം. നിങ്ങൾ അവിടെ കാണുന്ന ഓരോ നിറവും ഓരോ ശബ്ദവും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറയ്ക്കണം. ഈ ഊർജമാണ് നാളെ നിങ്ങളുടെ പ്രവർത്തികളെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിഷ്വലൈസേഷൻ എന്ന ഈ പ്രക്രിയയെ വളരെ ഗൗരവമായി കാണുക. നിങ്ങളുടെ മനസ്സിനെ ഒരു ശില്പശാലയായി കരുതുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ ചിത്രം മനസ്സിൽ തെളിയിക്കാൻ പഠിക്കും. ഇത് പരിശീലനത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ആദ്യം ഇത് ബുദ്ധിമുട്ടായി തോന്നാം, എന്നാൽ കാലക്രമേണ ഇത് നിങ്ങളുടെ ശീലമായി മാറും. വിശ്വാസങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും. സ്വഭാവം മാറുമ്പോൾ ജീവിതത്തിലെ ഫലങ്ങളും മാറും. വലിയ കായിക താരങ്ങൾ മത്സരത്തിനിറങ്ങും മുമ്പ് വിജയം മനസ്സിൽ കാണാറുണ്ട്. അതവരുടെ ആത്മവിശ്വാസം കൂട്ടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതവും ആദ്യം മനസ്സിലാണ് രൂപപ്പെടേണ്ടത്. ഇവിടെ പലർക്കും തെറ്റുപറ്റുന്നുണ്ട്. അവർ വെറുതെ കാര്യങ്ങൾ സങ്കല്പിക്കുന്നു, പക്ഷെ അതനുസരിച്ചുള്ള വികാരം മനസ്സിൽ കൊണ്ടുവരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സന്തോഷമാണോ? സമാധാനമാണോ? ആ വികാരം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള യഥാർത്ഥ സന്ദേശം. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളോട് ആശയവിനിമയം നടത്തുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് വികാരങ്ങളിലൂടെയാണ്. നിങ്ങൾ എത്ര വലിയ ആചകങ്ങൾ പറഞ്ഞാലും ഉള്ളിൽ ഭയമാണ് അനുഭവിക്കുന്നതെങ്കിൽ ഉപബോധ മനസ്സ് ആ ഭയത്തെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വികാരങ്ങൾക്ക് ഇത്ര വലിയ പ്രാധാന്യം നൽകുന്നത്. ലക്ഷ്യം നേടിയെടുത്ത ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ സത്യമായി അംഗീകരിക്കും. പിന്നീട് ആ സത്യത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ അത് നിങ്ങളെ നിർബന്ധിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കും, പുതിയ വഴികൾ അന്വേഷിക്കും. തടസ്സങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധമാണ്. ചിന്തകൾ മനസ്സിനെ ഉണർത്തുന്നു, വികാരങ്ങൾ ശരീരത്തെ സജ്ജമാക്കുന്നു. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുമ്പോൾ ആ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറണം. ആ അവസ്ഥയിൽ എത്തിയാൽ പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. പരാജയങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഓരോ തെറ്റും ഒരു പാഠമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെയുള്ള ഈ യാത്രയിൽ നിങ്ങൾ ഓരോ നിമിഷവും വളരുകയാണ്. ഓരോ വിജയവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം നൽകും. ഈ സന്തോഷം കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് പ്രാവർത്തികമാക്കാൻ ദിവസവും 10 മിനിറ്റ് മാറ്റിവെക്കുക. ഫോണും മറ്റു ശല്യങ്ങളുമില്ലാത്ത ശാന്തമായ ഒരിടത്ത്
കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ സ്വപ്ന ജീവിതം ഒരു സിനിമ പോലെ മനസ്സിലോടിക്കുക. നിങ്ങൾ എവിടെയാണ്, കൂടെ ആരൊക്കെയുണ്ട്, എന്താണ് നേടിയത് എന്ന് വളരെ വ്യക്തമായി കാണുക. ശബ്ദങ്ങളും ഗന്ധങ്ങളും ചുറ്റുപാടുകളും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുക. ആ നിമിഷത്തിലെ സന്തോഷവും നന്ദിയും മനസ്സിൽ ആഴത്തിൽ നിറയ്ക്കുക. ഇത് ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് മാറാൻ തുടങ്ങും. അത് മാറുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും വ്യത്യസ്തമായി പ്രവർത്തിക്കാനും തുടങ്ങും. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പോ ഈ പരിശീലനം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഈ സമയങ്ങളിൽ മനസ്സ് കൂടുതൽ ശാന്തമായിരിക്കും. അതിനാൽ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിശീലനവും നിങ്ങളെ ലക്ഷ്യത്തോട് അടുപ്പിക്കുന്നു. ശാന്തമായ ഒരിടത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസഗതി ശ്രദ്ധിക്കുക. സാവധാനം ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ആഴത്തിൽ പതിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞുവെന്ന ബോധത്തോടെ പരിശീലനം തുടരുക. ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം, ആവേശം എന്നിവയെല്ലാം മനസ്സിൽ നിറയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക. ഈ പരിശീലനം വെറും 10 മിനിറ്റ് മാത്രമാണെങ്കിലും അത് നിങ്ങളുടെ ബാക്കി 24 മണിക്കൂറിനെയും സ്വാധീനിക്കുന്നു. നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലനായി കാണപ്പെടും. ചുറ്റുമുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടെയും കരുതലോടും പെരുമാറാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉത്സാഹം വർദ്ധിക്കും. ദിവസവും ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായ പേടികളും ആശങ്കകളും കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു പ്രത്യേക കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ ദൂരെയാണെന്ന് തോന്നിയാൽ പോലും ഈ പരിശീലനം നിങ്ങളെ അവയിലേക്ക് കൊണ്ടുപോകും. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇന്നു മുതൽ നിങ്ങൾ വെറുതെ ചിന്തിക്കുന്നതിന് പകരം ബോധപൂർവം കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചതുപോലെ അനുഭവിക്കുക. പിന്നീട് അതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതം ആദ്യം മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നീടാണ് ഈ ലോകത്ത് അത് യാഥാർത്ഥ്യമാകുന്നത്. ഇന്നു മുതൽ ആ മാറ്റത്തിന് തുടക്കം കുറിക്കൂ. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനമാണ് നാളത്തെ വലിയ മാറ്റത്തിന് അടിസ്ഥാനമിടുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുക. ആ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവി മനോഹരമാക്കുക. ഓർക്കുക, നിങ്ങൾ എന്തിനെയാണോ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അതിനായുള്ള കാത്തിരിപ്പിനിടയിൽ തളരാതിരിക്കുക. എപ്പോഴും മുന്നോട്ട് മാത്രം നോക്കുക. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളോടൊപ്പമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഈ യാത്രയിൽ വരുന്ന ഓരോ അനുഭവത്തെയും സ്വീകരിക്കുക. അത് നല്ലതായാലും മോശമായാലും അത് നിങ്ങളെ എന്തോ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ അനുഭവത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഈ പോരാട്ടം വെറുതെയാകില്ല. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതിനായുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ലോകം നിങ്ങളെ തിരിച്ചറിയും. അന്ന് നിങ്ങളുടെ ഈ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ കാണും. ആ ദിവസം ദൂരെയല്ല. അതിനായി ഇന്നു തന്നെ തുടക്കം കുറിക്കൂ. നിങ്ങളുടെ ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഒരു കാലത്ത് നിങ്ങൾ സ്വപ്നം കണ്ട ആ ജീവിതം ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ വിജയിക്കും. തീർച്ചയായും വിജയിക്കും. നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും പാഴാകില്ല. ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷം നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. കൂടുതൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ആ യാത്രയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിജയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.